ഇതേ സ്ഥലം എത്ര ഉണ്ടത്? ഇത് എനിക്കിവിടെ ടോട്ടൽ 7 ഏക്കർ സ്ഥലമാണുള്ളത്. അതിൽ 3 ഏക്കറാണ് ഞാനിത് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഇത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ബോഗൺവില്ല കംപ്ലീറ്റ് ഗാർഡൻ ആക്കാനുള്ള ഉദ്ദേശം. അതായത് 3 ഏക്കറിൽ ബോഗൺവില്ല തന്നെയാണ്. 3 ഏക്കർ കംപ്ലീറ്റ് ബോഗൺവില്ല. ഇപ്പം ഇതിൽ ഹൈബ്രിഡും ഉണ്ട്, നോർമൽ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഫോറിൻ വെറൈറ്റീസിന്റെ ഗ്രാഫ്റ്റുകളാണ് ഇത് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോറിൻ വെറൈറ്റിക്കാണ് ഏറ്റവും വില കൂടുതൽ. അതെ, അത് ആക്ച്വലി അതിന്റെ പേരുകളനുസരിച്ച് വില വ്യത്യാസമുണ്ട്. നമുക്ക് അത് ഇതെന്താ ഈ വെറൈറ്റി? അത് ചില്ലി ഐസ്ക്രീം. ചില്ലി ഐസ്ക്രീം അല്ലേ? ഓക്കെ. അതിൻ്റെയൊക്കെ ഈ ഇങ്ങനത്തെ പ്ലാന്റ് തന്നെ ഉള്ളൂ, ചെറിയ പ്ലാന്റ്സ് ഇല്ല അല്ലേ? ഇതോ? ഇത് പേര് എനിക്കറിയില്ല. ഇതൊരു തരം ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിന് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പിങ്ക് ആണിത്. ശരി ശരി. ഇതും കുറച്ച് സ്പെഷ്യൽ ആണോ അല്ലേ? ഇരിക്കുന്നതൊക്കെ വെരിഗേറ്റഡ്. നമസ്കാരം കേട്ടോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബൊഗൈൻവില്ല ഗാർഡനാണെന്ന് ചെയ്യുന്നത്. കടലാസ് പോകുന്നതാണ് ഈ ഗാർഡൻ്റെ തന്നെ പേരിട്ട. അതായത് കുന്നംകുളം തൃശ്ശൂർ റോട്ടിൽ പാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണത്. നമ്മൾ റോഡ് സൈഡിൽ തന്നെ ഒരു നയാര പെട്രോൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പെട്രോൾ സ്റ്റേഷൻ, അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമ്മളധികം എവിടെയും കാണാത്ത കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ കുറേ ക്രാഫ്റ്റ് ചെയ്യുന്നതും മൾട്ടി ക്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ആയ കുറേ ചെടികളുണ്ട്. ഇത് ഈ നഴ്സറിയുടെ ബാക്കാണ്. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകാം. ഈ ചേച്ചിയുണ്ട്, ഈ ചേച്ചിയും ഈ ചേട്ടനും കൂടിയാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. പ്രിയ എന്നാണ് ഈ ചേച്ചിയുടെ പേര്. നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാ? നമ്മൾക്ക് ഇതിനെ വേര് പിടിപ്പിച്ച് തരാനായിട്ടൊരു ഫാമറുണ്ട്. അങ്ങനെയാണ് ആളാണ് അത് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൾക്കാർ ചോദിക്കുന്നത്, ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന പരിപാടികളോ ഉണ്ടോ? ഓൺലൈനായിട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല, നമ്മളിപ്പോ തന്നെ തുടങ്ങിയല്ലോ. എത്ര നാളായി തുടങ്ങിയിട്ട്? ജനുവരി 1-ാം തീയതി തുടങ്ങിയുള്ളൂ അല്ലേ? ഒക്ടോബറിൽ പ്ലാൻ ചെയ്ത പ്ലാൻസ് ജനുവരി 1-ാം തീയതി തൊട്ട് സെയിൽ ചെയ്തു. ഓ ശരി ശരി. അത്രയായിട്ടും. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ പരിപാടി ഇപ്പൊ ഇവിടെ തന്നെ വന്നെടുക്കണം അല്ലേ? അതെ, ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്ലാൻസ് നമ്മള് കൊറിയർ ചെയ്യുമ്പോഴേ അതിന് ഡാമേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ അത് നഷ്ടപ്പെട്ടു പോയാൽ അവർ പേ ചെയ്തിട്ട് കിട്ടുന്ന വാങ്ങിക്കുന്ന സാധനം. അപ്പൊ അതുകൊണ്ടാണ് അതിനത്ര പ്രൊമോഷൻ ഞാൻ ചെയ്യാറില്ല. ഇത് ഇതിന്റെ ബാക്ക് സൈഡിൽ ചട്ടികൾ മാറ്റാൻ വേണ്ടി വെച്ചേക്കണം. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഇതാണ് ഫ്രണ്ട് സൈഡ് കേട്ടോ. അതിൻ്റെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ്, ചില്ലി റെഡ്, ഫയർ ഓപ്പാൽ, ചില്ലി ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. ഫോറിൻ വെറൈറ്റീസിന്റെ ഗ്രാഫ്റ്റുകളാണ് ഇതിനകത്തുള്ളത്. ഇത് സിംഗിൾ ഗ്രാഫ്റ്റ് സെക്ഷനാണ്. ഈ 2 ലൈനും അത് ഡബിൾ ഗ്രാഫ്റ്റ്സ് ആണ്. പിന്നെ ട്രിപ്പിൾ ഗ്രാഫ്റ്റ്. അതായത് ഇപ്പൊ ഒരു ചെടി തന്നെ 2 കളർ അല്ലേ? അതെ, 2 ചെടി തന്നെയാണ് അത്. ശരി ശരി. അപ്പം 3 ഗ്രാഫ്റ്റ് വരെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ. 2 ഗ്രാഫ്റ്റ് ആണ് കൂടുതൽ. സിംഗിൾ ഗ്രാഫ്റ്റ് ആണ് കൂടുതൽ പോകുന്നത്. ഡബിൾ ഗ്രാഫ്റ്റും തിരക്കേടില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ്
3 ക്രാഫ്റ്റ് അല്ലേ? അല്ല, ഇത് ഡബിൾ ക്രാഫ്റ്റ്. ഡബിൾ ക്രാഫ്റ്റ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് പുതിയ വെറൈറ്റീസ് ഉള്ളത്? പുതിയ വെറൈറ്റീസ് അധികം കണ്ടുവരാത്ത വെറൈറ്റീസാണ് നമ്മളുടെ റൂബി റെഡ്. ഇതല്ലേ റൂബി റെഡ്. ഓക്കെ. വെറൈറ്റിയുടെ പേരുകളെ ഞാൻ മുഴുവൻ അറിയില്ല. ഈ ഒരു വെറൈറ്റിയും അത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വൈറ്റ് ഏതുള്ളത്? മിനിയേച്ചർ വൈറ്റ്, പൂനെ വൈറ്റ്, പിന്നെ ടാങ്ലോങ് ഇത് ചോക്ലേറ്റ് ബ്രൗൺ. ഓക്കെ. ഇതിന്റെയൊക്കെ ചെറിയ തൈകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടി അടക്കമാണോ കൊടുക്കുന്നത്? ചട്ടി അടക്കം. നമ്മൾ കൊടുക്കുന്ന ചെടികളെ പെർഫെക്റ്റ് ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ റൂട്ടെല്ലാം ഫോം ചെയ്ത് സെറ്റായിട്ട് അതാണ് കൊടുക്കുന്നത്. അല്ലാതെ കവറിലാവുമ്പോൾ അത് റീപോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ആ റൂട്ട്സിന് എന്തെങ്കിലും പറ്റി ആ ചെടി ഉണ്ടാവില്ല. ഇതിനെല്ലാം വിലയുള്ള ചെടികളാണ്. അപ്പൊ ഇത് നമ്മൾ വാങ്ങി കൊണ്ടുപോയിട്ട് അവർക്കത് യൂസ്ഫുൾ ആയില്ലെങ്കിൽ അത്രയും പൈസ അവർക്ക് നഷ്ടം. മിക്കവാറും ഇവിടെ വരുന്ന ആളുകൾ പറയുന്ന കംപ്ലൈന്റ് അതാണ്. അതായത് ചെടി വാങ്ങി അത് ഉണ്ടാവണില്ല, അല്ലെങ്കിൽ അതിന് ഇല മാത്രമേ വരുന്നുള്ളൂ, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് അങ്ങനത്തെ പറയുന്നുണ്ട് ആളുകൾ. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ല, അവരുടെ കളക്ഷൻസ് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും ഇതില് ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് അത്യാവശ്യം കുറച്ച് രാസവളം കൊടുക്കണമല്ലോ അല്ലെ? രാസവളമായിട്ട് നമ്മൾ ഇടുന്നില്ല. ആക്ച്വലി ഇതിനകത്ത് നമ്മളിപ്പോ ഒരു ഒക്ടോബർ തൊട്ട് ഈ മാസം വരെയുള്ളതിൽ നമ്മൾ 2 പ്രാവശ്യമാണ് 2 നുള്ളു വീതം ഫാക്ടംബോസ് 20-20 ഇട്ടിരിക്കുന്നത്. അത് ഇതിന്റെ വളർച്ചയ്ക്കല്ല, ഇതിന്റെ കളർ എൻഹാൻസ്മെന്റ് ആണ് അതിൽ നടക്കുന്നത്. അല്ലാതെ വളർച്ചയെ സംബന്ധിച്ച് നമ്മൾ ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ചൂടുള്ള വളങ്ങൾ എന്ന് പറയില്ലേ, മൊയൽ കാഷ്ടം, ആട്ടിൻ കാഷ്ടം, അതൊക്കെ എത്ര ദിവസം കൂടുമ്പോ ചെയ്യുന്നുണ്ട്? അത് 3-4 വീക്സിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു 4 ആഴ്ച കൂടുമ്പോ ചെയ്താൽ മതി അല്ലേ? ആദ്യം നമ്മളിട്ട മിക്സ് കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, പിന്നെ ഉമി, മണ്ണ് എന്നുള്ള കോമ്പിനേഷനിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് പോട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിറ്റ്വീൻ കൊടുക്കുന്ന മാന്യൂറിംഗ് ആണ് മോയിൽ കാഷ്ടത്തിന്റെ ഒരു മിക്സാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിടും. നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത് അല്ലേ? അത്യാവശ്യം ആ റേറ്റ് എന്തായാലും നമ്മളിപ്പോൾ പറയുന്നില്ല, ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ, ഡീറ്റെയിൽസ്, ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഇടാം. ഇതെന്താ ചെറിയ സൈക്കിൾ ഇവിടെ വെച്ചേക്കണത്? ഇത് 6 സൈസ് പോട്ടുകളാണ്. കൊടുക്കാനുള്ള ചെടികൾ കൊടുക്കാനുള്ളത് തന്നെയാ. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഇല്ല, കുറച്ച് വെറൈറ്റീസ്. അതായത് നോർമലാണ് ഹൈബ്രിഡ് ആണ്? നോർമൽ ആണല്ലേ? നോർമൽ ആണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എത്ര വരും? നോർമലും ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഇച്ചിരി മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 150 ആണ് ഈ ചട്ടികളുടെ വില. ശരിയാണ്. ഇതാവുമ്പോ എത്ര ഇഞ്ച് പോട്ടാ? ഇത് നമ്മൾ ചെയ്യുന്നല്ല, സെയിലിന് വേറെ ഷോക്ക് വേണ്ടി മാത്രം. ഇതില് വെറൈറ്റീസ് ഉണ്ട് അധികം ഈ ഇതിലൊക്കെ എന്തെങ്കിലും ടൈപ്പ് വെറൈറ്റീസ് പുതിയതുണ്ടോ അതോ പഴയ വെറൈറ്റീസ് തന്നെയാണോ? വെറൈറ്റികളുടെ പേര് എനിക്ക് അറിയില്ല. ഈ വെറൈറ്റികൾ അങ്ങനെ അധികം എല്ലായിടത്തും കണ്ട് ഞാൻ അറിയില്ല. അപ്പൊ ഈ ഇരിക്കുന്ന ഒരു സെക്ഷനാണ് ഏറ്റവും പ്രീമിയം എന്ന് പറയുന്നത് അല്ലേ? ഈ ഇരിക്കുന്നത് അത് ഫോറിൻ ക്രാഫ്റ്റഡ്. ഓക്കെ. ഇത് 20 ഇഞ്ച് സൈസുള്ള പോട്ടുകളാണ്. ഈ പോട്ടിലുള്ളത് ഞങ്ങളുടെ തന്നെ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. എത്ര വില പറഞ്ഞാലും കൊടുക്കൂല. ഒരു വിധത്തില് കൊടുക്കാതിരിക്കാനാണ്. മദർ പ്ലാന്റ്സ് വെക്കാം, പിന്നെ ഭംഗി ഇതിനുള്ളതാണ്, ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മൾട്ടി ആണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കളർ അങ്ങനത്തെയാണോ? അല്ല, ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളിൽ വരുന്നതാണ്. ശരിയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങണം എന്ന് വെച്ചാൽ ചെറിയ പോട്ടൽ എത്ര ഇഞ്ച് പോട്ട് മുതലാണ് ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്? ഈ ചട്ടി 7 ഇഞ്ച് തൊട്ടിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ചെലവാണ്. 6 ഇഞ്ച് സൈസിന് അത്ര അധികം മൂവ്മെന്റും ഇല്ല, അത്ര അധികം കളക്ഷനും ഇല്ല. ശരി. അപ്പൊ ഇതൊക്കെ ഒരു ഷോപ്പ് പീസാണ്. ഇതിൽ വെള്ളം അധികം ഒഴിക്കണ്ടെന്നോണല്ലേ? എന്താ അതിന്റെ ഒരു ടെക്നിക്ക്? വെയിൽ കൂടുതലാണ് ഈ ചെടികൾക്ക് ആവശ്യം. ബോഗൻവില്ലക്ക് അപ്പോഴാണ് അതിന് ഫുള്ളായിട്ട് അത് ബ്ലൂം ചെയ്യുക. ആൾക്കാർ കൊണ്ടു നോക്കുമ്പോഴത്തേനും ഇങ്ങനെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും പൂ കുറയും അല്ലേ? ശരി. വെള്ളം കുറവേ വേണ്ടി ചെടികൾ. ഇത് ഇവിടെയൊക്കെ വലുതുണ്ട്. ഇതൊന്നും ഇവർ കൊടുക്കാനുള്ളതല്ല, ഇതൊക്കെ ഇങ്ങനെ ഷോപ്പ് പീസാണ്. ഇത് ഒരു കാലാവധി ഒരു 4-5 മാസമാണല്ലേ ഇതിന്റെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത്? നമ്മൾ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ ഈ പൂക്കളൊക്കെ മിക്കവാറും ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവുന്നതാണ്. എനിക്ക് വീട്ടിലുണ്ട്, കാരണം വെച്ചാൽ എനിക്ക് കിഴക്ക് പടിഞ്ഞാറ വീടിന്റെ ദിശ. അപ്പൊ നമ്മള് കിഴക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ
വെയിൽ കിട്ടും, കുറച്ചിങ്ങനെ സൈഡാണ്, അതായത് ശീതലടിക്കുകയുള്ളൂ, മഴ ഡയറക്റ്റ് കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്തും എനിക്ക് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അതായത് കണ്ടീഷൻസ് പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇതൊക്കെ ഹൈബ്രിഡ് അല്ല, ഇതൊക്കെ നോർമൽ അല്ലേ? സിൻഡ്രല്ല എന്ന് പറഞ്ഞ വെറൈറ്റി. സിൻഡ്രല്ല, ഇതിനെ ലോല എന്നാണ് സാധാരണ പറയുന്നത്. ഏതാ വയലറ്റോ? ഇത് 2-3 കളറുണ്ട്. ഇതിന് അല്ലെങ്കിൽ പൂവും ചുരുണ്ടതാ, ഇലകളും അത് ചുരുളിച്ചുള്ളതാ, പൂക്കളും ചുരുൾ. ഇത് ഒരു ഡാർക്ക് ഷെയ്ഡ്, അതിന്റെ മീഡിയം, ഇനി അതിന്റെ ലൈറ്റ് ഷെയ്ഡ് വേറെ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-200 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. മൊത്തം എണ്ണാണെങ്കിൽ 100-നടുത്ത് വെറൈറ്റി. 100-നടുത്തുണ്ട്. അതിന്റെ അതൊക്കെ നോർമൽ വെറൈറ്റീസ് അല്ലേ ആയിരിക്കണം? ഹൈബ്രിഡ് ഉണ്ട്. ഏതാ? പിമ്മ. ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ പൂനെന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. നമ്മളുടെ പ്ലാൻസ് നമുക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ഉള്ള മദർ പ്ലാൻസ് എന്നാണ് നമുക്ക്. ഇത് വെരിഗേറ്റഡ് അല്ലേ? റെഡ്, ഒരു റോസ് പിങ്ക് കളർ പൂവല്ലേ? ഇതും ഒരു വെരിഗേഷൻ. ഇത് സ്പൈഡർ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ. ഇത് അല്ലേ? ശരി. ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കുറച്ച് വെറൈറ്റീസ് ആണല്ലേ? പലയിടത്തും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ്. എന്താ പറയാ, അത്ര കോമൺ അല്ല, കുറച്ച് കോമൺ അല്ലാത്ത വെറൈറ്റികൾ തന്നെയാണ്. നാട്ടില് പൊതുവെ കാണുന്നതിന് വ്യത്യാസമില്ല. കുറച്ച് വൈറ്റിന്റെ കളക്ഷൻ കണ്ടല്ലോ അവിടെ. ഇതൊക്കെ വൈറ്റ് ഉള്ളത് ഇതെന്താ സാധനം? അത് ഇത് ലോലയുടെ ആണല്ലേ? ഇതും കുറച്ച് വലിയ പോട്ടാണ് കേട്ടോ. ഇത് ചെറുതല്ല, വളരെ ചെറുതല്ല. ഈ വൈറ്റ് ഏതാ? 2 തരം വൈറ്റ് ഉണ്ട്. അതല്ല 3 തരം ഉണ്ട്. ഇതൊരു തരം, അത് പിങ്കും വൈറ്റും ആയിട്ട് വരും. ഇത് വൈറ്റ് കളറിൽ വിരിഞ്ഞിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഈ കളർ വരും. ഇതൊക്കെ കുറച്ച് വെറൈറ്റി ടൈപ്പ് ആണെന്ന് തോന്നണ്ടല്ലേ? അതെ. ഇത് വൈറ്റ് ഒന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ല. വൈറ്റിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വൈറ്റിൽ തന്നെ കുറെ ഡിഫറെന്റ് ആയിട്ട്. ഏത്? പിങ്ക് കൂടുതൽ വരുന്നത്. ശരിക്കും ഒരു പ്രീമിയം സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇത് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഇത് വേറൊരു. ഏത്? ഇത് വൈറ്റ് മാത്രമായിട്ട്. ഏതാ? ഓക്കെ. ഇത് എയർ ലെയറിംഗ് ചെയ്ത ഫോറിൻ വെറൈറ്റീസിന്റെ സെക്ഷൻ. ഇത് ലെയർ ചെയ്തേക്കണം അല്ലേ? എയർ ലെയറിംഗ് പിടിപ്പിച്ചിട്ടുള്ള. ഇത് കുറച്ച് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇതും വലിയ ചട്ടികളാണ് കൂടുതലുള്ളത്. ഇതിപ്പോൾ കളേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കളേഴ്സ് ഉണ്ടെന്ന് അറിയോ? മൊത്തം മൾട്ടി കളേഴ്സ് ഒക്കെ ആയിട്ട്. കളേഴ്സ് ചെക്ക് ചെയ്താലും എനിക്ക് കൃത്യം എണ്ണമൊന്നും അറിയില്ല. എന്നാലും ഒരു 100-ൽ മേലെ ഉണ്ടാവും അല്ലേ? ഇത് സിൻഡ്രല്ലയാണ്. സിൻഡ്രല്ലയുടെ ഒരു ഇത് സിൻഡ്രല്ല അല്ലേ? സിൻഡ്രല്ലയുടെ വലിയ ബോൾ. ഇതൊരു പേരറിയില്ല. കുറച്ച് ഡീപ്പ് ഷെയ്ഡ് ആയിട്ടുള്ള ഡാർക്ക് പിങ്ക്. ഇത് നേരത്തെ കണ്ട വെരിഗേറ്റഡ് വെറൈറ്റി. ഇതേതാ? അത് ടൊമാറ്റോ റെഡ് എന്നാണ് പറയുന്നത്. ടൊമാറ്റോ റെഡ് എന്നും പറയുന്നത്. അത് ശരിയാ. ടൊമാറ്റോ റെഡ് അല്ലേ? ഇതൊക്കെ ഷോ പീസാണ് കേട്ടോ. ഇതൊക്കെ വലിയ വലിയ ചട്ടികളാണ്. 24 ഇഞ്ച് 24 ഇഞ്ച് ചട്ടികളാണ്. ഇതൊക്കെ ഈ വെറൈറ്റീസ്. ഇതിലും സിൻഡ്രല്ല, ലോല, എനിക്ക് എല്ലാത്തിന്റെയും പേരറിയില്ല. ഇതിന്റെയൊക്കെ ഫ്ലവേഴ്സ് ഇങ്ങനെ കുറച്ച് കേളി ആയിട്ടുള്ള ഇതാണ്. ശരി. ഇലകളുടെയും പൂക്കളുടെ ഒക്കെ വ്യത്യാസമാണ് കൂടുതൽ അല്ലേ? ഇത് നേരത്തെ കാണിച്ചില്ലേ, ചുരുണ്ട ഇലയും ചുരുണ്ട പൂവായിട്ട് വരുന്നത്. ആ ഭാഗത്ത് നമ്മൾ പോയതല്ലേ? ഇനിയിപ്പോൾ ഇതിലേക്ക് റൗണ്ട് ചെയ്യാം. ഇത് 2 ചട്ടിയുള്ള ചെടികളാണല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിം ചെയ്ത് കൊടുക്കും, പ്രൂൺ ചെയ്യും. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ട്രിം ചെയ്യും. ഇത് ചില്ലി വെറൈറ്റീസ് ആണല്ലേ കൂടുതൽ? ഈ ചട്ടികളിൽ മൊത്തം അതാണ്. ഇതിൽ പലതും ഉണ്ട് കേട്ടോ. റെഡിൽ തന്നെ വേരിയൻ്റ് ആയിട്ടുള്ളത്, യെല്ലോയിൽ വേരിയൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ഏകദേശം ഒരു അര ദിവസം വേണ്ടി വരും നമുക്ക് കറങ്ങി തീരാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. പാടമാണല്ലോ ഇത് ഫുള്ള്. ചേട്ടനെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഒരു 2 പേരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഡയസ്. നിങ്ങൾ ഗൾഫിലായിരുന്നോ? ഞങ്ങൾ പ്രവാസികളായിരുന്നു. എവിടെയായിരുന്നു? ഞാനൊരു 18 വർഷത്തോളം ഞങ്ങൾ പ്രവാസി ലോകത്തായിരുന്നു, ഒമാനിലായിരുന്നു. അപ്പം അതിന് ശേഷമാണ് ചെടിയിലോട്ട്. അതിന് ശേഷമാണ് ഞാനുമായിട്ട് ചെടിക്ക് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ചെറുപ്പത്തിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് ചെടികൾ എന്ന് പറയുന്നത്.
പക്ഷേ അന്നൊന്നും ഇത്തരം വെറൈറ്റി ചെടികളോടൊന്നല്ല, നമ്മുടെ റോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ അവൈലബിലിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഇൻട്രസ്റ്റ്. ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനോടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനോടുള്ള ഇൻട്രസ്റ്റും അതെന്തുകൊണ്ട് നമുക്കൊരു എസ്റ്റാബ്ലിഷ് ആയിക്കൂടാ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൂടാ നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് എന്നുള്ള തോന്നൽ വന്നുകൊണ്ടാണ് അങ്ങനെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസം ഓൺ സീസണോ 6 മാസം ഓഫ് സീസണോ? ഓഫ് സീസണാണ്. അതിലൊരു 3 മാസം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മാസം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഹെവി റെയിൻ സീസൺ ആണല്ലോ. ആ സമയത്ത് നമുക്കിപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ നമ്മുടെ യാത്രകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങളുടെ പല യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് ഒരു 1.5 വർഷമായിട്ട് ഞങ്ങൾ പല യാത്രകൾ ചെയ്തിട്ടുള്ളത് ഇത് തുടങ്ങുന്നുള്ള പ്രതീക്ഷയോട് തുടങ്ങിയിട്ടുള്ളത് ചെടികൾ അന്വേഷിച്ചുള്ള യാത്രകൾ തന്നെയായിരുന്നു. ശരി, പല സ്ഥലങ്ങളിൽ കളക്ട് ചെയ്യുക, കളക്ഷനായിട്ട് ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ നീങ്ങിയത്. ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. മലേഷ്യ, ഫിലിപ്പീൻസ് വരെ വരുന്നുണ്ട്. ഫിലിപ്പീൻസ് വരെ വെറൈറ്റികൾ സാധനങ്ങൾ വരും. അന്വേഷിച്ച് മാത്രം നടക്കുന്ന ആൾക്കാരുണ്ട്. ഫിലിപ്പീൻസിൽ വരെ പോയി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ കമ്പ് കിട്ടിയാൽ മതി. പക്ഷെ എല്ലാ കമ്പുകളും അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് അല്ല ചെടികൾ അവിടെ നിന്ന് രാജ്യത്ത് നിന്ന് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒരുപാട് കസ്റ്റംസ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് പൂനെ വെറൈറ്റീസ് ആണോ കൂടുതൽ? നമ്മുടെ പൂനെ വെറൈറ്റീസ് അല്ല, നമ്മുടെ തൃശ്ശൂരിലുള്ള കുറേ വെറൈറ്റീസ് തന്നെയുണ്ട്. പൂനെയിൽ നിന്നുണ്ട്, കൊൽക്കത്ത വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ അതൊന്നും കൊൽക്കത്ത വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ സ്ഥലത്ത് ഒരു നേഴ്സിനോ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. എല്ലാ ചെടികളും അതിനോടൊപ്പം തന്നെ വെറൈറ്റീസ് അല്ല, അവിടെ നിന്ന് വരുന്ന കളക്ഷൻസ്. അതായത് ഇതിന്റെ മദർ പ്ലാന്റ് വരുന്നത് ഫോറിൻ വെറൈറ്റീസിന്റെ ഫോറിൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവര് അവിടെ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. അപ്പൊ അതില് പൂനെന്നും കൽക്കട്ടയിൽ വരുന്നത് നമ്മുടെ അവിടെ എത്തുമ്പോഴേ ചിലപ്പോ അത് ശരിയാവണമെന്നില്ല, ശരിയാവുന്നതും ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്നതിന്റെ മദർ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് നാട്ടിൽ തന്നെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇനിയൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, സാധാരണ നമ്മൾ നഴ്സറിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ആൾക്കാർ മേടിച്ചിട്ട് പോയിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേനും കോഞ്ഞാട്ടെ പോയി ചെടികൾ. അതിനെന്താ ഒരു ചെറിയൊരു ട്രിക്ക് ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എങ്ങനെ ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വളം ചെയ്യുന്നതാണോ? ബോഗൻവില്ല ആണെങ്കിൽ നല്ല വെയിലത്ത് വെക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളം കുറച്ച് വെക്കുക, നല്ലപോലെ വെയിലത്ത് വെക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ രാസവളങ്ങൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ആകെ ഇതിന്റെ കളർ എൻഹാൻസ്മെന്റിന് വേണ്ടിയുള്ള ഫാക്ടംബോസ് 2020 അത് മാത്രം ഒരു പിഞ്ച് ഒരു ഉപ്പ് അളവിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു 15 ദിവസം കൂടുമ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോൾ അത്രയും ചെയ്താൽ മതി അല്ലേ? ഞങ്ങളിവിടെ ഞങ്ങളുടെ റിപ്പോർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഞങ്ങളുടെ മണ്ണിൻ്റെ ഉള്ളിൽ മാനുവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോഴിവളം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഉമ്മിയാണ് ഞങ്ങൾ മിക്സ് ചെയ്യുന്നത് ചകിരിച്ചോറിന് പകരം. അതിൻ്റെ ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികൾക്ക് ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. എന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്തത് ഇവിടെ. പക്ഷെ അത് നല്ല വർക്കൗട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വരുന്നവർക്ക് മുഴുവൻ ഞങ്ങളുടെ സജഷൻ കൊടുക്കുന്നത് അതാണ്. അടിവളമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അടുത്ത ഒരു കൊല്ലത്തേക്ക് ഇവർ റിപ്പോർട്ടിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ മണ്ണ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വലിയ ചട്ടിയിലേക്ക് വെക്കണമെങ്കിൽ മണ്ണിഞ്ഞ് വേണം. അപ്പോൾ അതിലേക്ക് ഒന്നെങ്കിൽ ആട്ടുകാട്ടം പിടിച്ചത്, അല്ലെങ്കിൽ കോഴിക്കാഷ്ടം, കാടക്കാഷ്ടം, മൊയിൽ കാഷ്ടം, എന്തായാലും നമുക്ക് മിക്സ് ചെയ്യാം. അതാണ് മെയിൻ വളം. അതിന്റെ കൂടെ വേപ്പിണ്ണാക്കും എല്ലുപൊടി, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചകിരിച്ചോറിന് പകരം അല്ലെങ്കിൽ മണലുണ്ടായിരുന്നു. പണ്ട് കാലത്ത് നമുക്ക് മണൽ മിക്സ് ചെയ്യുന്നു. ഇപ്പം മണലില്ലല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഉമിയാണ്. ഉമി നമ്മൾ മണ്ണിൻ്റെ ഒപ്പം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് മാനുവർ പ്രിപ്പയർ ചെയ്ത് റിപ്പോർട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്ലാന്റ്സും റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഒരെണ്ണം പോലും റിപ്പോർട്ട് ചെയ്യാതെ ഞങ്ങൾ കയറ്റി വെച്ചിട്ടില്ല. റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ്, അതിന്റെ റൂട്ടൊക്കെ ഡെവലപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അല്ലാതെ ആസച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കൊണ്ടുപോയാൽ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഈ കാശ് കൊടുത്ത് മേടിച്ചിട്ട് പോയിട്ട് അത് ഉണ്ടാവാതിരിക്കും. ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ട്. കാരണം ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് വാങ്ങിച്ചിട്ട് വരുമ്പോ ചെടികൾ വാങ്ങിച്ചിട്ട് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അടിയിൽ നോക്കുമ്പോൾ വേര് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത് വെക്കുക, അത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെക്കുക, അതിനുശേഷം വേര് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറൊരു ഏരിയയിലേക്ക് മാറ്റി വെക്കുക, വീണ്ടും നന്നായി പിടിച്ച് മേൽവശം പൊന്തി കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിലേക്ക് മാറ്റുക. ഇതാണ് നമ്മുടെ ഒരു രീതി. ആ രീതി പ്രകാരമാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർക്ക് ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. കാരണം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കും.
അല്ല ഈ ചെറിയ ചെടികൾ. ഈ വശത്തിരിക്കുന്ന മുഴുവൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടുന്ന് സെയിൽസിലേക്ക് ഞങ്ങൾ പോകും. നിങ്ങൾ റീറ്റെയിൽ മാത്രമല്ലേ ഉള്ളൂ? ഞങ്ങള് തൽക്കാലം റീറ്റെയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹോൾസെയിലും ഇല്ല, ഓൺലൈനും ഇല്ല. വന്ന് തന്നെ എടുക്കണം അല്ലേ? അതെ, വന്ന് തന്നെ എടുക്കണം. പിന്നെ ആൾക്കാർ വിളിച്ച് പറയും ചിലപ്പോൾ ഞങ്ങള് പ്ലാന്റ് ഓൺലൈനിൽ കണ്ടിട്ട് നിങ്ങൾ വണ്ടിയിൽ കയറ്റി വിടുമോ എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. തിരുവല്ലയിലേക്ക് ഞങ്ങൾ ഇതിന്റെ 16 ഇഞ്ചിന്റെ പോട്ട് ഒരു പുതിയ ഹൗസ് വാമിങ് ചെയ്യുന്ന വീട്ടിലേക്ക് അവർ ഓൺലൈനിൽ വന്ന് UK എന്നുള്ള ടീമാണ്, അവരതൊക്കെ കണ്ട് വിട്ടു. അങ്ങനെയും കയറ്റി അയക്കാൻ. പക്ഷെ അത് കുറവാണ്, കൂടുതലും വന്നെടുക്കലാണ് അല്ലേ? 100% വന്നെടുക്കലാണ്. പിന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സേലം, കോയമ്പത്തൂര്, പാലക്കാട്, തലശ്ശേരി, കണ്ണൂര് ഈ യാത്രക്കാരാണ് ഞങ്ങളുടെ കൂടുതൽ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാർ വരുന്നില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ യാത്രക്കാരാണ് ഞങ്ങളുടെ സാധനം വാങ്ങിച്ചു. സമയമൊക്കെ എങ്ങനെ ഇവിടെ? സൺഡേ ഓപ്പണിംഗ് ആണ്. സൺഡേ ഓപ്പണിംഗ് ആണ്. 9 to 6 ആണ് ഞങ്ങളുടെ ടൈമിങ്. ഞങ്ങള് അവൈലബിലിറ്റി 1 മണിക്ക് 2 മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ഞങ്ങൾ 2 മണിക്ക് ശേഷമാണ് എല്ലാവരെയും ഇത് ടൈമിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് സൺഡേസിൽ. ശരി. സൺഡേ ഞങ്ങൾക്ക് പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ബാക്കി എല്ലാ ദിവസങ്ങളിലും 9 to 6 ആണ്. 9 മണി മുതൽ കാലത്ത് 9 മുതൽ വൈകിട്ട് 6 വരെ. ഉച്ചയ്ക്ക് 1 hour ലഞ്ച് ബ്രേക്ക് ആണ്. വർക്കേഴ്സ് എല്ലാം ആ സമയത്ത് ഊണ് കഴിക്കുന്ന സമയമാണ്. എങ്കിലും വന്നവരെ ഞങ്ങൾ നിരാശപ്പെടുത്താറില്ല, പരമാവധി അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരി എന്നാ. താങ്ക് യു സോ മച്ച്.